നമസ്കാരം. നമ്മൾ രാവിലെ കണ്ടതാണ്, ഉച്ചയോടുകൂടി കണ്ടതാണ്. വൈകുന്നേരം നമ്മൾ ഉച്ചയ്ക്ക് നിങ്ങളെ കണ്ടപ്പോൾ മുമ്പോട്ട് വെച്ചത് മലയാള സിനിമ ഇന്ത്യയിൽ ഒരു സ്ക്രീനിലും പ്രദർശിപ്പിക്കില്ല എന്നുള്ള തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകണമെന്നും മലയാള സിനിമ ഈ വിഷുക്കാലത്ത് സിനിമയുടെ ഏറ്റവും നല്ല ഫേസിലൂടെ കടന്നു പോകുന്ന ഈ സമയത്ത് മലയാള സിനിമ ഇന്ത്യയിലുള്ള മൊബൈൽ സ്ക്രീനിൽ പ്രദർശിപ്പിക്കണം ചെയ്യുകയാണ് എന്നൊരു ആവശ്യമാണ് നമ്മൾ അപ്പോൾ അത് സാധ്യമായില്ലെങ്കിൽ, അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് അവർ വന്നില്ലെങ്കിൽ പ്രത്യക്ഷ സമര പരിപാടികളുമായി മുന്നോട്ട് പോകും എന്നാണ് നമ്മളോട് അറിയിച്ചത്. അത് നമ്മൾ അത്തരത്തിലുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയും ചെയ്തു. പക്ഷേ അതിന് സമാന്തരമായിട്ട് PVR-ഉമായിട്ട് ഒരു ചർച്ചയ്ക്ക് ഞങ്ങളെ സഹായിച്ചത് ശ്രീ MA യൂസഫ് അലി. അപ്പോൾ അദ്ദേഹം ഓരോ ഘട്ടത്തിലും ഞങ്ങളുമായി ബന്ധപ്പെടുകയും ഒപ്പം അദ്ദേഹം PVR-ന്റെ ടോപ്പ് മാനേജ്മെന്റുമായിട്ട് ഉടമസ്ഥരുമായിട്ട് സംസാരിച്ച് ആശയ വ്യക്തത വരുത്തുന്ന ചില സംഗതികളിൽ വ്യക്തത വരുത്തി. അപ്പോൾ പലതരത്തിലുള്ള സൊല്യൂഷൻസ് അവർ മുമ്പോട്ട് വെച്ചെങ്കിലും മുഴുവൻ സ്ക്രീനുകളിൽ തർക്കമുള്ള ഫോറം മോഡ് കോഴിക്കോട്ടെ മിറാഷ് എന്നുള്ള 2 സ്ക്രീനുകളിൽ ഒഴിച്ചുള്ള ഇന്ത്യയിലെ മുഴുവൻ സ്ക്രീനുകളിലും മലയാള സിനിമ പ്രദർശിപ്പിക്കണം എന്നുള്ള ആവശ്യത്തിൽ നിന്ന് ഞങ്ങൾ പുറകോട്ട്. ഈ ആവശ്യത്തിനൊപ്പമാണ് ശ്രീ MA യൂസഫ് അലി നിലപാടെടുത്തത്. അദ്ദേഹം പറഞ്ഞത്, ഞാനൊരു മലയാളിയാണ്, അതിൽ അഭിമാനിക്കുന്ന ആളാണ്, ഇത് വിഷുക്കാലമാണ്, തീർച്ചയായിട്ടും ഈ വിഷുക്കാലത്ത് മലയാള സിനിമ എൻ്റെ പ്രോപ്പർട്ടിയിൽ ഉൾപ്പെടെ എല്ലായിടത്തും ഇന്ത്യയിൽ പ്രദർശിപ്പിക്കുന്ന നിലപാടാണ് അദ്ദേഹം എടുത്തത്. അപ്പോൾ അദ്ദേഹം വളരെ കൃത്യമായിട്ട് ഞങ്ങളോടൊപ്പം നിൽക്കുകയും ഒരുപക്ഷെ ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങളെക്കാൾ ഫലപ്രദമായി PVR മാനേജ്മെന്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഇന്ന് ഏതാണ്ട് 1 മണിക്കൂർ മുമ്പ് PVR അവരുടെ തീരുമാനം അറിയിച്ചു. ഇന്ത്യയിലെ മുഴുവൻ സ്ക്രീനുകൾ, ഈ 2 സ്ക്രീനുകൾ ഒഴിച്ച് 2 സെന്ററുകൾ ഒഴിച്ചു എല്ലാ സ്ക്രീനുകളും മലയാള സിനിമയ്ക്ക് വീണ്ടും തർക്കമുള്ള 2 സ്ക്രീനുകൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുമായിട്ട് അത് ഒരാഴ്ചക്കുള്ളിൽ ചർച്ച നടത്തി തർക്ക പരിഹാരം കണ്ടെത്തും. അപ്പോൾ ഇന്ത്യയിലെ മുഴുവൻ സ്ക്രീനുകളും മലയാള സിനിമ പ്രദർശിപ്പിക്കുമെന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷുവിൻ്റെ തലേ ദിവസം ഈ സാഹചര്യത്തിൽ ഏറ്റവും സന്തോഷം തരുന്ന വാർത്തയാണ്. ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷം ഞങ്ങളുടെ സഹപ്രവർത്തകരുടെ സന്തോഷം കാണുന്നു. ബ്ലസ്സിയുണ്ട്, അൻവറുണ്ട്, വിശാഖുണ്ട്, സൗബിനുണ്ട്, വിനീതിനോട് ഞങ്ങൾ വിളിച്ചു പറഞ്ഞു, രഞ്ജിത് ശങ്കറിനോടും ഒക്കെ ഞങ്ങൾ വിളിച്ചു പറഞ്ഞു. ഞങ്ങളുടെ ഈ സഹപ്രവർത്തകർ അവർക്ക് വലിയ രീതിയിലുള്ള ആശങ്കയും വിഷമമുള്ള ഒരു സമയത്ത് അത് ആ ഒരു വിഷമഘട്ടം മറികടക്കാൻ അവരോട് നിൽക്കാൻ ഞങ്ങൾക്കായി ഒപ്പം ശ്രീ MA യൂസഫ് അലിയെ പോലുള്ള ഒരു വ്യവസായി ശരി ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് സ്റ്റേക്കുകളൊന്നുമില്ലാത്ത ഒരു സ്ഥലത്ത് ഒരു മലയാള സിനിമയുടെ മുഴുവൻ വിളവുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങളോടൊപ്പം നിന്നു എന്നുള്ളത് ഞങ്ങൾക്ക് അദ്ദേഹത്തോടുള്ള തീർത്താൻ തീരാത്ത സ്നേഹവും ഞങ്ങൾ നിങ്ങൾക്കും വലിയ നന്ദി. കാരണം ഇത് പൊതുസമൂഹത്തിൻ്റെയും ദേശീയ മാധ്യമങ്ങളുടെയും ഒക്കെ ശ്രദ്ധ തിരിച്ചു പറ്റുന്നത് പോലെ നിങ്ങൾ ഞങ്ങളുടെ പത്രസമ്മേളനവും ഞങ്ങളുടെ ആകുലതകളും നിങ്ങൾ ഫലപ്രദമായിട്ട് പോകുകയും ആളുകളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. നിങ്ങളോട് ഞങ്ങൾക്ക് വലിയ സ്നേഹവും നന്ദിയും എല്ലാവർക്കും ആശംസ അതാവാം. രസീതിക്കെന്നുള്ളത് പറയണം ഞാൻ അഭ്യർത്ഥിക്കാം. അത് പറയണം, രാവിലെ പറഞ്ഞത് മാത്രം പോരല്ലോ, സന്തോഷത്തിന് കൂടെ പറയണം. നമസ്കാരം. വളരെ പെട്ടെന്നുള്ള ഒരു ഫെഫയുടെ ഒരു ഇടപെടൽ, അതിനോടുള്ള ഒരു അഭിമാനത്തോടുകൂടിയുള്ള ഒരു നന്ദിയും സ്നേഹമാണ് എനിക്ക് പറയാനുള്ളത്. ഇന്ത്യയോട് സംസ്ഥാനത്തോടൊക്കെയുള്ള, കാരണം ഇത്തരമുള്ളൊരു ശക്തമായൊരു ഇടപെടലാണ് ഇത്രയും പെട്ടെന്ന് ഇതിന് സൊല്യൂഷൻ കണ്ടെത്താൻ സാധിച്ചത്. ഒരു സംഘടനാ തലത്തിലുള്ള ഒരു വലിയ പ്രവർത്തനം
ഞങ്ങളും അത് തന്നെയായിരുന്നു. സംഘടനകളോടുള്ള ഒരു സമീപനം കൊണ്ടായിരുന്നു ഞങ്ങളും സംഘടന പറയുന്ന തരത്തിൽ സിനിമ അല്ലെങ്കിൽ മറ്റ് പ്രവർത്തനങ്ങളൊക്കെ അസോസിയേഷനിൽ പറഞ്ഞ പോലെയൊക്കെ നമ്മൾ ചെയ്തിരുന്നു. എന്താണേലും മലയാള സിനിമയ്ക്ക് ഒരു ശക്തമായ ഒരു ഇടപെടലുകൾക്ക് സാധിക്കുന്ന തരത്തിലുള്ള കരുത്തുള്ള തരങ്ങൾ നമുക്കുണ്ട് എന്നുള്ളത് തന്നെ ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. വളരെ സന്തോഷം. ഇതോടൊപ്പം ഒരു കാര്യം കൂടി പറയണം. ഞങ്ങളുടെ തൊഴിൽദാതാക്കൾ, നിർമ്മാതാക്കളുടെ സംഘടന തീർച്ചയായിട്ടും നിർമ്മാതാക്കളുടെ പൊതു താല്പര്യം സംരക്ഷിക്കാനാണ് ഇത്തരത്തിലുള്ള നിലപാടെടുത്തത്. ആ നിലപാട് ആണ് ഇത്തരത്തിലുള്ള തർക്കത്തിന് വഴിവെച്ചത്. അതിനകത്ത് വേറെ സ്ഥാപിത താല്പര്യങ്ങളില്ല. ഇൻഡസ്ട്രിയുടെ വിശാലമായ താല്പര്യങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാനാണ്, സംരക്ഷിക്കാനാണ് അവർ ആ നിലപാടെടുത്തത്. അപ്പോൾ അവർക്കും ആ നിലപാടിൽ വെള്ളം ചേർക്കാതെ തന്നെ ഇതിനകത്ത് ഒരു ഫലപ്രാപ്തി കിട്ടി എന്നുള്ളത് ഞങ്ങളുടെ ആഹ്ലാദം. അവർ ആ നിലപാടിൽ തന്നെ തുടരുകയും ശേഷിക്കുന്ന 2 സെന്ററുകളിലുള്ള തത്വം അവരുടെ താല്പര്യങ്ങൾ തെല്ലുപോലും കോംപ്രമൈസ് ചെയ്യാതെ അവർ അത് പരിഹരിക്കുന്നുള്ളത് ഇത് എനിക്ക് തോന്നുന്നു സിനിമ എന്ന വ്യവസായം അതിൻ്റെ ഏറ്റവും നല്ല കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നത് ഇത്തരത്തിലുള്ള കൊടുക്കൽ വാങ്ങലുകൾ സംഘടനയ്ക്ക് ഉള്ളിൽ നടത്തുന്നത് ഏറ്റവും ശുഭോദാർഹമാണ്. അതുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ സംസാരിക്കുന്നത് പറയും പ്രശ്നം പരിഹരിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് അല്ല, ഇപ്പൊ തർക്കമുള്ളത് 2 സെന്ററിലാണ്. ബാക്കിയുള്ളത് അവര് ഒരു പ്രശ്ന പരിഹാരത്തിനുള്ള ഒരു പശ്ചാത്തലം ഒരുക്കിയതാണ്. ബാക്കിയുള്ളിടത്തൊക്കെ മലയാള സിനിമ നിർത്തി. അപ്പൊ അതിൽ നിന്ന് അവർ പിന്നുള്ളത് ഈ 2 സെന്ററുകൾ. അതിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും അവരും തമ്മിൽ ഒരു കാലാവധി വെച്ചിട്ടുണ്ട്. 1 ആഴ്ച എന്നാണ് ഞാൻ കേട്ടത്. 1 ആഴ്ചക്കുള്ളിൽ അത് നിരന്തരമായ ചർച്ചകളിലൂടെ അത് പരിഹരിക്കപ്പെടും. അതിനകത്ത് ഫോറമോൾ ഏതാണ്ട് പരിഹരിക്കപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് നിങ്ങൾ പ്രൊഡ്യൂസർ അസോസിയേഷനോട് കൂടുതൽ വ്യക്തത അവർ വരുത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. തർക്കം, ചെറിയൊരു തർക്കം നിൽക്കുന്ന കോഴിക്കോട് പ്രോപ്പർട്ടിയാണ്. അത് പരിഹരിക്കപ്പെടാവുന്നത്. അത് മാത്രമാണ് പ്രശ്നം. ഈ കാര്യം അതാണ് ഇതിനകത്തെ പ്രശ്നവും ഇതിനകത്തെ പ്രശ്നവും അത് തന്നെയാണ്. കാരണം പ്രശ്നം എന്നുള്ളത് 2 സ്ഥലത്താണ്. പക്ഷെ അതിന്റെ പേരിൽ ഇന്ത്യ ഒട്ടാകെ ഉള്ള സ്ക്രീനുകളിൽ മലയാള സിനിമ നിർത്തിവെക്കപ്പെട്ടു എന്നുള്ളതാണ് അതിന്. അല്ല, ഇനിയിപ്പോ നഷ്ടപരിഹാരം എന്നുള്ളത് ഒരു ദീർഘകാലാടിസ്ഥാനത്തിന് നീണ്ടുകാണിക്കുള്ള സംഗതിയാണ്. അപ്പൊ ഇത് വളരെ പെട്ടെന്ന് പരിഹരിക്കപ്പെടുകയും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് വേണ്ടി ഇടപെട്ട ആളുകളുടെ സ്നേഹവും ഞങ്ങൾ മാനിക്കുന്നു. അപ്പൊ ആ കാര്യങ്ങളിലൊക്കെ നമുക്ക് സമാധാനമുണ്ട്. ഏതായാലും ആവേശവും വർഷങ്ങൾക്ക് ശേഷവും ജയഗണേശമൊക്കെ കൃഷിക്കാലത്ത് ആളുകളിലേക്ക് എത്തുന്നു. കൂടുതൽ കരുത്തോടെ ആടുജീവിതവും ആളുകളിലേക്ക്. ഇപ്പോൾ ഇതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഈ നിലവിലെ ഈ 2 കേസുകളുണ്ട്, കൊച്ചി ഫോറമോടും കോഴിക്കോടും. അവിടുത്തെ പ്രശ്നം പരിഹാരം ഒരാഴ്ചക്കുള്ളിൽ സാധ്യമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതെങ്ങനെ അതിനൊരു ഫോർമുല പ്രൊഡ്യൂസർ അസോസിയേഷനോട് ചോദിക്കുന്നതായിരിക്കും നല്ലത്. കാരണം അവരാണ് അവരിപ്പോൾ നിങ്ങളെ കാണുന്നുണ്ടല്ലോ, അവരാണ് അല്ലെ കൂടുതൽ ഉത്തരം പറയാൻ പ്രാപ്തരായിട്ടുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഇത് ഇവിടെ അവസാനിക്കുന്നു. പിന്നെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ PVR ആയിട്ടുള്ള ചർച്ചകളാണ്. അതിനകത്ത് ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ഞങ്ങൾ ഒരു എന്താ പറയുന്നത് ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഒരു സംഘടന എന്ന നിലയിൽ ഞങ്ങൾക്ക് ഇടപെടാൻ കഴിയുമെങ്കിൽ അതിനൊരു സ്പേസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇടപെടാം. പക്ഷെ അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വളരെ കേപ്പബിൾ ആയിട്ടുള്ള ലീഡർഷിപ്പാണ് അവരുടെ അതിലൂടെ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ സന്തോഷം, എല്ലാവർക്കും ഹാപ്പി. ഇപ്പോൾ നമ്മൾ ഉയർത്തിയ ഈ വിഷയം ഉണ്ടല്ലോ, ഓർ ഇഷ്യൂ, ഈ EPF-മായി ബന്ധപ്പെട്ട ആ വിഷയം ഇതിനകത്ത് പ്രശ്നം ചർച്ച ചെയ്തോ അതോ ഇഷ്യൂ അതല്ല. EPF എന്നുള്ളത് ഞങ്ങളുടെ ഇഷ്യൂ അല്ല, അത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ഇഷ്യൂ ആണ്. ഞങ്ങളുടെ ഇഷ്യൂ മലയാള സിനിമ തമസ്കരിക്കപ്പെടുന്നു. അത് തന്നെയാണ് ഞങ്ങളുടെ കോർ ഇഷ്യൂ ആയിട്ട് അഡ്രസ് ചെയ്യുന്നത്. അത് പരിഹരിക്കും. കാരണമായി വന്നത് ഈ ഇത്തരം ഇഷ്യൂസ് ആണല്ലോ. അത് അവർ ഒരാഴ്ച കൂടി പരിഹരിക്കുന്നു പറയുന്നത്. അവർ പരിഹരിക്കണം. ഇമ്മീഡിയറ്റ് ബാൻ നിരോധിച്ചു, എടുത്തു കളഞ്ഞു. ബാക്കി ബാനില്ല. കാരണം അവരൊരു സ്ട്രാറ്റജിക് ഒരു നെഗോസിയേഷന് വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രാറ്റജി ആയിരിക്കാം അവരുടേത്. ബാക്കിയിടത്ത് ഞങ്ങൾ കളിക്കുന്നില്ല, ഇത് പരിഹരിക്കും. അപ്പൊ അത് ഞങ്ങൾ സംസാരിച്ചപ്പോൾ ഞങ്ങളുടെ വികാരം അവർ ഉൾക്കൊള്ളും. അവരത് ലിഫ്റ്റ് ചെയ്തു.
അവർ മറ്റ് വിഷയങ്ങളിലെ ചർച്ച ഒരാഴ്ചക്കുള്ളിൽ പരിഹരിക്കപ്പെടാവുന്നതാണെന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും PVR-നും ബോധ്യപ്പെട്ടതിന്റെ വെളിച്ചത്തിലാണല്ലോ ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടാകുന്നത്. അതല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാവില്ല. അതാണ് പരിഹരിക്കുന്നത്. ഞങ്ങൾ ആ കാര്യത്തിൽ PVR-ന്റെ ചെയർമാനെ കൂടെ ലൈനിൽ നിർത്തിക്കൊണ്ടാണ് യൂസഫ് അലി ജനറൽ സെക്രട്ടറിയായിട്ട് സംസാരിച്ചത്. അപ്പോൾ അതിനകത്ത് ഇപ്പോ നിങ്ങളെ കാണാൻ ഞാൻ വരുന്നതിന് മുമ്പ് അദ്ദേഹം PVR-ന്റെ പ്രൊമോട്ടറെ വിളിക്കുകയും സംസാരിക്കുകയും എല്ലാ തിയേറ്ററുകളും സിനിമ അപ്പോൾ അത് ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. ഞങ്ങൾ ഉച്ചയ്ക്ക് 1 മണിയോട് അടുപ്പിച്ചാണ് നിങ്ങളെ കാണുന്നത്. ഏതാണ്ട് 5 മണിക്കൂറിനകം ഞങ്ങൾക്ക് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താനായി. അത് ഞങ്ങളുടെ മിടുക്കാണെന്ന് പറയുന്നില്ല, ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് ഞങ്ങളോടൊപ്പം നിന്നതുകൊണ്ട് അത് സാധ്യമാണ്. നിങ്ങളോടും നന്ദിയും സ്നേഹവും. ഷോ ഓപ്പണായി സാർ പറഞ്ഞു, ഷോ ഓപ്പണായി ഞങ്ങളുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഞങ്ങളുടെ മെമ്പേഴ്സാണ്. ഇവരെല്ലാവരും മെസ്സിയായാലും അൻവറായാലും സൗബിനായാലും എല്ലാവരും ഞങ്ങളുടെ മെമ്പേഴ്സാണ്. അതാണ് ഞങ്ങളുടെ പ്രത്യേകത. പിന്നെ ഞങ്ങൾക്ക് അതിനുപരി ഇത് എക്സിക്യൂട്ട് ചെയ്ത ഇത് ആരുടെ സൃഷ്ടിയാണ്? ഇന്നത്തെ ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ മെമ്പേഴ്സാണ്. എഴുതിയവര് ഞങ്ങളുടെ മെമ്പേഴ്സാണ്. അപ്പൊ അവര് പണം മാത്രം പ്രതീക്ഷിച്ചിട്ടല്ലല്ലോ സിനിമ ചെയ്യുന്നത്. ആ സിനിമ ജനങ്ങളിലേക്ക് എത്തുകയായിരുന്നു. അതാണ് ഞങ്ങളെ ഏറ്റവും അധികം ആഹ്ലാദിപ്പിക്കുന്നത്. അവർക്ക് ഈ വിഷുക്കാലത്ത് അവരുടെ പാടുപെട്ടുണ്ടാക്കിയ സിനിമ ആളുകളിലേക്ക് എത്തുന്നു. ആളുകളെ ആഹ്ലാദിപ്പിക്കാൻ കഴിയുന്ന അവരുടെ തോന്നലിലാണല്ലോ അവരുടെ വിഷു. ഈ ഒരാഴ്ചക്കുള്ളിൽ ചർച്ചകളുടെ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിലും PVR-ന്റെ ഭാഗത്ത് നിന്ന് ഇത്തരം ഒരു ബഹിഷ്കരണം വരില്ലെന്ന് ശരി, താങ്ക് യു.